നമുക്കിനി ട്രാൻസ്ഫോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ എ ട്രാൻസ്ഫോമർ ദ ഹാഫ് ലോഡ് കോപ്പർ ലോസ് ഇസ് 600 വാട്ട്. ഇറ്റ്സ് ഫുൾ ലോഡ് കോപ്പർ ലോസ് വിൽ ബി ഹൗ മച്ച്? ഓക്കെ, അതായത് ഹാഫ് ലോഡിലുള്ള കോപ്പർ ലോസ് എന്ന് പറയുന്നത് 600 വാട്ടാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫുൾ ലോഡ് കോപ്പർ ലോസ് എത്ര ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം കോപ്പർ ലോസ് എന്ന് പറയുന്നത് എന്തിനാനുപാതികമായിട്ടാണ് കൂടുക? ഐ സ്ക്വയർ അല്ലെ, കറണ്ടിന്റെ സ്ക്വയറിന് ഇക്വലന്റ് ആയിട്ടായിരിക്കും പോകുന്നത്. ഈ പ്രൊപ്പോർഷണൽ ടു സ്ക്വയർഡ് വാല്യൂ ഓഫ് കറണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും ഹാഫ് ലോഡിലുള്ള എന്താ പറയാ കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ലോഡിലുള്ള കറണ്ടിനെ കാട്ടി പകുതി ഉണ്ടാവുള്ളൂ. സോ ഫുൾ ലോഡിൽ വരുമ്പോഴത്തേക്കും ഹാഫ് ലോഡുള്ളതിന്റെ ഇരട്ടി കറണ്ട് ഉണ്ടാവും. സോ ട്വൈസ് ദ ടൈംസ് ഓഫ് കറണ്ട് ആയിരിക്കും ഉണ്ടാവുക. സോ ട്വൈസ് ദ ടൈംസ് ഓഫ് കറണ്ട് എന്ന് പറയുന്നത് 2 ടൈംസ് കറണ്ടിന്റെ സ്ക്വയർ എടുക്കുമ്പോഴത്തേക്ക് എത്ര വരിക? 4 ടൈംസ് വരും അല്ലെ. സോ അങ്ങനെയാണെങ്കിൽ കോപ്പർ ലോസ് 4 ടൈംസ് കൂടുതൽ വരണം. അതായത് 600 ആണ് ഹാഫ് ലോഡിലെ കോപ്പർ ലോസ് എങ്കിൽ നമുക്ക് വരേണ്ടത് എത്രയാണെന്ന് നോക്കാം. 600 ഇൻറ്റു 4 വരേണ്ടത്. അതായത് നമ്മുടെ ഓപ്ഷനിൽ വരുന്ന ഓപ്ഷൻ 600, ബി 1200, ഓപ്ഷൻ സി 2400, ഓപ്ഷൻ ഡി 300. സോ ഓപ്ഷൻ സി 2400 വോട്ടാണ് നമുക്ക് വരേണ്ടത്. നോക്കാം, 2400 വോട്ട്. ഓക്കെ, ദ കോപ്പർ ലോസ് ഓഫ് ട്രാൻസ്ഫോർമർ എക്സ് ടൈംസ് the full load is proportional to x square times the losses at the full load. So half square full load loss will be equal to half load loss, and full load loss will be equal to എന്താണ് 600 divided by half in the square, അതായത് 0.25, 1/4. ഓക്കെ, ആൻഡ് അങ്ങനെ വരുമ്പോൾ ഫുൾ ലോഡ് ലോസ് എന്ന് പറയുന്നത് 2400 വാട്ട് വരും. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, the full load copper loss and iron loss of transformer are 6400 watt and 5000 watt respectively. The copper loss and iron loss at half load will be respectively how much? Okay, എത്ര ആയിരിക്കും എന്നാണ്. അതായത് ഫുൾ ലോഡിലെ കോപ്പർ ലോസും അയൺ ലോസും 6400, കോപ്പർ ലോസ് 6400 വാട്ടും അയൺ ലോസ് 5000 വാട്ടുമാണ്. അങ്ങനെയാണെങ്കിൽ ഹാഫ് ലോഡിലുള്ള കോപ്പർ ലോസും അയൺ ലോസും എത്രയെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ എ 3200 വാട്ട് ആൻഡ് കോപ്പർ ലോസ് എന്ന് പറയുന്നത് 3200 വാട്ടും അയൺ ലോസ് എന്ന് പറയുന്നത് 2500 വാട്ടും. അതുപോലെ ഓപ്ഷൻ ബി കോർ ലോസ് എന്ന് പറയുന്ന കോപ്പർ ലോസ് എന്ന് പറയുന്നത് 3200 വാട്ടും കോർ ലോസ് 5200 വാട്ടും. അതിൽ ഓപ്ഷൻ സി കോപ്പർ ലോസ് എന്ന് പറയുന്നത് 1600 വാട്ടും കോർ ലോസ് എന്ന് പറയുന്നത് 1250 വാട്ടും. ആൻഡ് ഓപ്ഷൻ ഡി കോപ്പർ ലോസ് 1600 വാട്ട് ആൻഡ് കോർ ലോസ് 5000 വാട്ട്. ഓക്കെ, സോ ഇതിൽ ഏതായിരിക്കും ആൻസർ നമുക്ക് നോക്കാം. അയൺ ലോസ് നമുക്കറിയാം എന്താണ്, അതൊരിക്കലും ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. കോപ്പർ ലോസ് മാത്രമാണ് എപ്പോഴും എന്താണ് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് അയൺ ലോസ് നമുക്ക് പേരിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് കോൺസ്റ്റന്റ് ലോസ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അയൺ ലോസ് 5000 വാട്ട് തന്നെ ആയിരിക്കും ഹാഫ് ലോഡിൽ. എന്നാൽ കോപ്പർ ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തിനാനുപാതികമായിട്ട് കുറയുന്നു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ കുറെ കൂടുകയോ ചെയ്യുന്നു എന്ന് പറയുന്നത് കറണ്ടിന്. ഓക്കെ, സോ ഫുൾ ലോഡിന്റെ എത്ര ടൈംസ് ആയിരിക്കും ഹാഫ് ലോഡില് കോപ്പർ ലോസ് കുറയുക? കറണ്ട് ഹാഫ് ആകുന്ന സമയത്ത് കോപ്പർ ലോസ് 1/4 ആയിട്ട് കുറയും, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും 6400ന്റെ 1/4 ആയിട്ടായിരിക്കും നമ്മുടെ കോപ്പർ ലോസ് കുറയുക. അതായത് 1/4 ഇൻറ്റു 6400, അതായത് 1600 വാട്ട്. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ ഓപ്ഷൻ വരുന്ന ഡി ആണ്. 1600 വാട്ട് കോപ്പർ ലോസും 5000 വാട്ട് കോർ ലോസും. ഇതായിരിക്കും നമ്മുടെ ഹാഫ് ലോഡിലെ ലോസസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, in performing the short circuit test of a transformer, option A, high voltage side is usually short circuited. Option B, low voltage side is usually short circuited. Option C, any side is short circuited with reference. And option D, none of these. ഏതായിരിക്കും? നമ്മൾ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഏത് സൈഡ് എന്ത് ചെയ്യും? എന്തായാലും ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം, കാരണം പേര് തന്നെ ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് ആണ്. അപ്പൊ ഏത് സൈഡാണ് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക? ലോ വോൾട്ടേജ് സൈഡാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. ഓക്കെ, ലോ വോൾട്ടേജ് സൈഡ് ഈസ് യൂഷ്വലി, അതായത് ഓപ്ഷൻ ബി ആണ് വരിക. സോ ദ ലോ വോൾട്ടേജ് സൈഡ് ഈസ് യൂഷ്വലി ഷോർട്ട് സർക്യൂട്ടഡ്
ആൻഡ് ഏത് സൈഡിലാണ് നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്? ഹൈ വോൾട്ടേജ് സൈഡിൽ. ഹൈ വോൾട്ടേജ് സൈഡിലായിരിക്കും നമ്മൾ ബാക്കി അമ്മീറ്ററും വാട്ട് മീറ്ററും അതുപോലെ വോൾട്ട് മീറ്ററും എല്ലാം നമ്മൾ കണക്ട് ചെയ്ത് വാല്യൂസ് കണ്ടെത്തുന്നതെല്ലാം നമ്മൾ ഹൈ വോൾട്ടേജ് സൈഡിലായിരിക്കും നമ്മളത് കണ്ടെത്തുന്നുണ്ടാവുക. ഇതേ സമയം ഓപ്പൺ സർക്യൂട്ട് ടെസ്റ്റ് ആണെങ്കിൽ നേരെ തിരിച്ച് അല്ലെ, ഹൈ വോൾട്ടേജ് സൈഡിനെ നമ്മൾ ഓപ്പൺ ആക്കിയിടും, എന്നിട്ട് ലോ വോൾട്ടേജ് സൈഡിലായിരിക്കും നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 2 kVA transformer has iron loss of 150 watt and full load copper loss of 250 watt. ഓക്കെ, ഒരു 2 kVA ട്രാൻസ്ഫോമറിന്റെ അയൺ ലോസ് എന്ന് പറയുന്നത് 150 വാട്ടും അതുപോലെ കോപ്പർ ലോസ്, ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറയുന്നത് 250 വാട്ടുമാണ്. The maximum efficiency of the transformer would occur when the total loss is how much? Okay, ടോട്ടൽ ലോസ് എത്രയാവുമ്പോഴാണ് മാക്സിമം എഫിഷ്യൻസി, ട്രാൻസ്ഫോമർ മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, അതായത് അയൺ ലോസ് 150 വാട്ട്, അതായത് അയൺ ലോസ് എപ്പോഴും നമുക്ക് കോൺസ്റ്റന്റ് ആണെന്ന് അറിയാം. ഓക്കെ, അത് മാറ്റം ഉണ്ടാവില്ല. ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറയുന്നത് 250 വാട്ടാണ്. അപ്പോൾ ടോട്ടൽ ലോസ് എത്ര ആയിരിക്കുമ്പോഴാണ് നമുക്ക് മാക്സിമം എഫിഷ്യൻസിയിൽ ഈ ട്രാൻസ്ഫോമർ പ്രവർത്തിക്കുന്നതെന്നാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, സോ ഇപ്പോൾ ഓപ്ഷൻസ് വരുന്നത്: ഓപ്ഷൻ എ 500 വാട്ട്, ഓപ്ഷൻ ബി 400 വാട്ട്, ഓപ്ഷൻ സി 250 വാട്ട് ആൻഡ് ഓപ്ഷൻ ഡി 300 വാട്ട്. നമുക്കറിയാം ഒരു ട്രാൻസ്ഫോമർ മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്ന എപ്പോഴാണ്? അയൺ ലോസും കോപ്പർ ലോസും സെയിം ആകുമ്പോഴാണ് അല്ലെ. സോ ഇവിടെ അയൺ ലോസ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നില്ല, കോൺസ്റ്റന്റ് 150 വാട്ട്. സോ ഇതിന് ഇക്വലന്റ് ആയിട്ട് കോപ്പർ ലോസ് വരുമ്പോഴാണ് ഒരു ട്രാൻസ്ഫോമർ മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുക. ഓക്കെ, അങ്ങനെ വരുമ്പോൾ 150 വാട്ട് തന്നെ ആയിരിക്കണം കോപ്പർ ലോസിന്റെ വാല്യൂ. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും 150 കോപ്പർ ലോസും 150 അയൺ ലോസും ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 300 വാട്ട്. സോ പ്രോബ്ലി നമുക്ക് 300 വാട്ട് വരുമ്പോഴാണ്, അതായത് ടോട്ടൽ ലോസ് 300 വാട്ട് വരുമ്പോഴായിരിക്കണം നമുക്ക് എന്താണ് ഈ ട്രാൻസ്ഫോമർ മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ശരിയാണോ നോക്കാം. യെസ്, കറക്റ്റ് ആണ്. ഓക്കെ, 300 വാട്ടിലാണ് നമ്മുടെ ഈ ട്രാൻസ്ഫോമർ എന്താ പറയാ ഫുൾ എഫിഷ്യൻസിയിൽ, അല്ലെങ്കിൽ ഫുൾ അല്ല മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, next question. The no load ratio of a 50 Hz single phase transformer is 6000 to 250 volt. The maximum flux in the core is 0.06 Weber. What is the number of primary turns? Okay, അതായത് നമ്മുടെ 50 ഹേർട്സിലുള്ള ഒരു സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന്റെ നോ ലോഡ് റേഷ്യോ എന്ന് പറയുന്നത് 6000/250 ആണ്. അതിൽ 6000 എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ എന്താ പറയാ ഹൈ വോൾട്ടേജ് സൈഡിലെ പ്രൈമറി വോൾട്ടേജിന്റെ വാല്യൂ ആണ് 6000 വോൾട്ട് എന്ന് പറയുന്നത്. 250 എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡറിയിലുള്ള ലോ വോൾട്ടേജ് സൈഡിലുള്ള വോൾട്ടേജിന്റെ വാല്യൂ ആണ് 250 വോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ 6000/250 ആണ് നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. ആൻഡ് മാക്സിമം ഫ്ലക്സ് എന്ന് പറയുന്നത്, അതായത് 5M വാല്യൂ എന്ന് പറയുന്നത് 0.06 വെബർ ആണ്. അങ്ങനെയാണെങ്കിൽ പ്രൈമറി സൈഡിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഓപ്ഷൻസ് വരുന്നത്: ഓപ്ഷൻ എ 450, ഓപ്ഷൻ ബി 900, ഓപ്ഷൻ സി 350 ആൻഡ് ഓപ്ഷൻ ഡി 210. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. നമുക്കറിയാം വോൾട്ടേജ് ഇപ്പോൾ നമ്മുടെ പ്രൈമറി സൈഡിലാണ് കൺസിഡർ ചെയ്യേണ്ടത്, പ്രൈമറിയിലെ ടേൺസ് ആണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും E1 = 4.44 FN1 5M എന്നുള്ള ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതിൽ നമുക്ക് എഫിന്റെ വാല്യൂ 50 ഹെർട്സ് ഉണ്ട്, E1ന്റെ വാല്യൂ 6000 വോൾട്ട് നമ്മുടെ കയ്യിലുണ്ട്, 5M വാല്യൂ 0.06 വെബർ നമ്മുടെ കയ്യിലുണ്ട്. കണ്ടെത്തേണ്ടത് N1ന്റെ വാല്യൂ ആണ്. സോ ഇക്വേഷൻ V1 = 4.44 F 5M N1. N1 ഒഴിച്ച് ബാക്കി എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുണ്ട്. സോ ഈ ഇക്വേഷന്റെ N1 നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള എല്ലാം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് നമ്മൾ കൊണ്ടുപോവുക. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എത്ര വാല്യൂ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മൊത്തം നമുക്ക് 450 ടേൺസ് ആണ് വരുന്നത്. ഓക്കെ, സോ 450 ടേൺസ് ആണ് നമ്മുടെ പ്രൈമറി എന്താ പറയുക പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, next question. In a transformer, option A, both OC and SC tests are conducted on LV side. Option B, OC test is conducted on LV side and SC test is conducted on HV side. Option C, OC test is conducted on HV side and SC test is conducted on LV side. Option D, both OC and SC tests are conducted on HV side. Okay,
അപ്പോൾ ഇതൊരു എന്താ പറയുക സ്റ്റേറ്റ്മെന്റ് വൈസ് മോഡൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം OC ടെസ്റ്റ് ഏത് സൈഡിലാണ് കണ്ടക്ട് ചെയ്യുന്നത്, SC ടെസ്റ്റ് ഏത് സൈഡിലാണ് കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ. അതായത് ഷോർട്ട് സർക്യൂട്ട് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ഏത് സൈഡാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക, ലോ വോൾട്ടേജ് സൈഡ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഹൈ വോൾട്ടേജ് സൈഡിലായിരിക്കും നമ്മൾ AC ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ OC ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ്, അതിന്റെ ഹൈ വോൾട്ടേജ് സൈഡ് നമ്മൾ ഓപ്പൺ ആക്കിയിടുന്നു, ലോ വോൾട്ടേജ് സൈഡിലായിരിക്കും നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓപ്ഷൻ ബി ആണ് നമുക്ക് വരേണ്ടത്. കറക്റ്റ് ആണോ നോക്കാം. യെസ്, ഓപ്പൺ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്. ഓക്കെ, next question. Breather of a distribution transformer contains option A sand, option B sodium chloride, option C silica gel and option D lead oxide. Okay, നമ്മുടെ ഒരു ട്രാൻസ്ഫോമർ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ ബ്രീത്തറിൽ എന്താണ് ഉള്ളതെന്നുള്ളതാണ് നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ ബ്രീത്തർ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, വെളിയിൽ നിന്നുള്ള എയറിന്റെ ഇൻടേക്ക് എടുക്കുമ്പോഴത്തേക്കും എന്താണ് ആ എയറിലുള്ള ഇംപ്യൂരിറ്റീസ് അതുപോലെ മോയ്സ്ചർ എല്ലാം നമുക്ക് ക്യാപ്ചർ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയാ അതാണ് അതിന്റെ നമ്മുടെ ബ്രീത്തറിന്റെ യൂസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഓയിൽ ഡിറ്റീരിയറേറ്റ് ചെയ്ത് പോകാൻ പാടില്ല, അത് മോയ്സ്ചർ വന്നിട്ട് നശിച്ചു പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബ്രീത്തർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിനകത്ത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്തെന്നാണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മൾ എന്തെങ്കിലും ഷോപ്പിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആമസോണിൽ നിന്നൊക്കെ സാധനങ്ങൾ മേടിക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു വെള്ള പാക്കറ്റ് അതിനകത്ത് ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പലപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു എക്യുപ്മെന്റ്സ് ആവാം, ചിലപ്പോൾ ഷർട്ട് ഒക്കെ ആയിരിക്കാം, ഇതൊക്കെ മേടിക്കുമ്പോഴത്തേക്കും അത് വാങ്ങുന്ന ആ കവറിനകത്ത് ആ പാക്കറ്റിനകത്ത് ചെറുതായിട്ടൊരു വെള്ള പാക്കറ്റ് ഉണ്ടാവും. ബേസിക്കലി അത് സിലിക്ക ജെല്ലാണ്. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു അബ്സോർപ്ഷന് വേണ്ടിയിട്ട്, അതായത് മോയ്സ്ചർ പിടിക്കാതിരിക്കാൻ, അത് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്, ബാക്കിയുള്ള ഭാഗത്തൊന്നും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് തന്നെയാണ് ഇവിടെ നമ്മുടെ ആൻസർ സിലിക്ക ജെൽ കേട്ടോ. ഓപ്ഷൻ സി സിലിക്ക ജെൽ. It is used in the breather of transformers for controlling the level of the moisture and prevents it from entering the equipment. ഓക്കെ, ഇത് തന്നെ നമ്മുടെ ട്രാൻസ്ഫോമർ ഓയിലിനെയും എന്താണ് മോയ്സ്ചറിന്റെ ഡാമേജസിൽ നിന്നെല്ലാം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ഓൾട്ടർനേറ്റേഴ്സ് ആർ ജനറലി റേറ്റഡ് ഇൻ വാട്ട്? ഓപ്ഷൻ എ kVAR, ഓപ്ഷൻ ബി kVA, ഓപ്ഷൻ സി kW ആൻഡ് ഓപ്ഷൻ ഡി വാട്ട്സ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, എങ്ങനെയാണ് ട്രാൻസ്ഫോമേഴ്സ് നമ്മൾ റേറ്റ് ചെയ്യുന്നത്? നമ്മൾ kVAയിലല്ല റേറ്റ് ചെയ്യുക, അതായത് കിലോവാട്ട് ആംപിയർ. ട്രാൻസ്ഫോമേഴ്സ് നമുക്ക് ഒരിക്കലും എന്താണ് അതിന്റെ ലോഡ് വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന്റെ പവർ കാര്യങ്ങളൊക്കെ ഔട്ട്പുട്ട് പവർ ഒക്കെ വേരി ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അതിനെ കിലോവാട്ടിലോ വാട്ടിലോ ഒന്നും നമ്മൾ അത് മെൻഷൻ ചെയ്യാത്തത്. ഓക്കെ, സോ ഡിസൈൻ ചെയ്യുമ്പോഴാണെങ്കിലും ശരി, ഇതിന്റെ റേറ്റിംഗ് നമുക്ക് മെൻഷൻ ചെയ്യാനായിട്ട് എളുപ്പത്തിൽ സാധിക്കുന്നത് രണ്ട് പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ്. അതിന്റെ ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് പാരാമീറ്റേഴ്സ് വെച്ചിട്ട്, അത് ഒന്ന് അതിന്റെ വോൾട്ടേജും ഒന്ന് അതിന്റെ കറണ്ടുമാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ kVAയിൽ റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻസർ ബി kVA. ഓക്കെ, മെയിൻ ആയിട്ടുള്ള രണ്ട് ലോസസ് കോർ ലോസും കോപ്പർ ലോസും. ഇതിൽ കോപ്പർ ലോസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ കറണ്ടും ആൻഡ് കോർ ലോസ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ വോൾട്ടേജും ആണ്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ kVAയിൽ റേറ്റ് ചെയ്യുന്നത്. ഒരു ട്രാൻസ്ഫോമറിനെ നമ്മുടെ കിലോവാട്ടിൽ റേറ്റ് ചെയ്യുന്നതിന് പകരം kVAയിൽ റേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, കുറച്ചുകൂടെ റിലയബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ റേറ്റിംഗ് മെത്തേഡ് അതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The full load copper loss in a transformer is 900 watts. What will be the copper loss at half load? ഫുൾ ലോഡ് കോപ്പർ ലോസ് എന്ന് പറയുന്നത് 900 വാട്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഹാഫ് ലോഡിലെ കോപ്പർ ലോസ് എത്രയാണ്? ഒബിയസ്ലി നമുക്കറിയാം എന്താണ്, ബേസ്ഡ് ഓൺ എന്താണ് അതിന്റെ കറണ്ട് ആണ്. സോ ഫുൾ ലോഡിൽ ഉള്ള കറണ്ടിന്റെ കാട്ടിയും എന്താണ് കോപ്പർ ലോസ് ഹാഫ് ലോഡ് വരുമ്പോഴത്തേക്കും ഉള്ള കറണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഹാഫ് ആയിരിക്കും വരുന്നുണ്ടാവുക. പക്ഷെ നമ്മുടെ കോപ്പർ ലോസ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? സ്ക്വയർ ഓഫ് ദ കറണ്ട് ആണ്. സോ അപ്പോൾ ഹാഫിന്റെ
സ്ക്വയർ എടുക്കുമ്പോഴത്തേക്കും 1/4 ആണ്. അപ്പോൾ 900 വാട്ടിന്റെ 1/4 ആയിരിക്കും നമ്മുടെ കോപ്പർ ലോസ് വരിക. ഓക്കെ, സോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ 1300 വാട്ട്, ഓപ്ഷൻ ബി 500 വാട്ട്, ഓപ്ഷൻ സി 225 വാട്ട്, ഓപ്ഷൻ ഡി 450 വാട്ട്. സോ ഇതിൽ 900ന്റെ 1/4 എത്രയാണെന്നുള്ളത് നോക്കുക. മോസ്റ്റ് പ്രോബ്ലി നമുക്ക് 225 വാട്ട് ആയിരിക്കും വരുന്നുണ്ടാവുക. വിൽ ചെക്ക് 1/4 into 1/4 into 900 which is equal to എന്താണ് 225 വാട്ട്. സോ 225 വാട്ട് ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ സി 225 വാട്ട് ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ 10 kVA ട്രാൻസ്ഫോമർ ഓപ്പറേറ്റ്സ് അറ്റ് 0.8 pf. പവർ ഫാക്ടർ 0.8ലാണ് നമ്മുടെ ഒരു 10 kVA ട്രാൻസ്ഫോമർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അറ്റ് ഇറ്റ്സ് ഫുൾ ലോഡ്. ഫുൾ ലോഡിൽ 0.8 പവർ ഫാക്ടറിൽ വർക്ക് ചെയ്യാണ്, ഓപ്പറേറ്റ് ചെയ്യാണ്. ഇഫ് ദ ടോട്ടൽ ലോസസ് ആർ 600 വാട്ട്. ഓക്കെ, അതിന്റെ ടോട്ടൽ ലോസ് 600 വാട്ടാണ്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 92%, ഓപ്ഷൻ ബി 94%, ഓപ്ഷൻ സി 93% ആൻഡ് ഓപ്ഷൻ ഡി 95%. സോ ഇതിൽ നമുക്ക് പി എഫ് വന്നിട്ടുണ്ട്, റേറ്റിംഗ് തന്നിട്ടുണ്ട്, ഫുൾ ലോഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ലോസസ് എത്രയാണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ എഫിഷ്യൻസി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. സോ ഔട്ട്പുട്ട് പവർ എത്രയും നോക്കാം. നമ്മുടെ റേറ്റഡ് ആയിട്ടുള്ള ആ വാല്യൂ ഇൻറ്റു പവർ ഫാക്ടർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അതിന്റെ ഔട്ട്പുട്ട് പവർ കിട്ടും. സോ 10 into 0.8, സോ 8 കിലോവാട്ട് ആണ് അതിന്റെ ഔട്ട്പുട്ട് പവർ എന്ന് പറയുന്നത്. ഇനി ഇൻപുട്ട് പവർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസസ് ആണ്. സോ ഔട്ട്പുട്ട് പവർ പ്ലസ് ലോസ് എത്രയാണ്, നമുക്ക് 600 വാട്ട് വന്നിട്ടുണ്ട്. സോ 0.6 കിലോവാട്ട് ആയിട്ട് വരും. സോ 8 plus 0.6 kilowatt. So 8 divided by 8.6 into 100. Okay, efficiency equal to output power by input power into 100 ആണ്. So 8 divided by 8.6 into 100 which is equal to 93.02. So 93% option C ആണ് നമ്മുടെ ആൻസർ വരിക. Okay. Next question. A transformer has iron loss of 500 watt. Okay, iron loss 500 watt ആണ്. Find energy lost during due to iron loss in one day. Okay, ഒരു ട്രാൻസ്ഫോമറിന്റെ അയൺ ലോസ് എന്ന് പറയുന്നത് 500 വാട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര എനർജിയാണ് അയൺ ലോസ് കാരണം നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ 5 കിലോവാട്ട് അവർ, ഓപ്ഷൻ ബി 8 കിലോവാട്ട് അവർ, ഓപ്ഷൻ സി 10 കിലോവാട്ട് അവർ, ഓപ്ഷൻ ഡി 12 കിലോവാട്ട് അവർ. ഓക്കെ, നമുക്ക് ഒരു ദിവസം എത്ര മണിക്കൂറുണ്ട്, 24 മണിക്കൂറുണ്ട്. സോ 500 into 24 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും എന്നുള്ളത് നോക്കാം. മോസ്റ്റ് പ്രോബ്ലി നമുക്ക് 12 കിലോവാട്ട് അവർ ആയിരിക്കും വരുന്നുണ്ടാവുക. ചെക്ക് എനർജി ലോസ് ഡ്യൂ ടു അയൺ ലോസ് വൺ ഡേ ഈക്വൽ ടു 0.5 into 24. നേരത്തെ പറഞ്ഞല്ലേ 0.5 എന്ന് പറഞ്ഞാൽ 500 വാട്ട് നമ്മൾ 0.5 കിലോവാട്ട് എന്നിട്ടാണ് ഇൻറ്റു 24 ചെയ്യുമ്പോൾ 12 കിലോവാട്ട് അവർ. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. Next question. A 20 kVA transformer works at half load and 8.8 power factor. Okay, 0.8 pf. And the total loss is equal to 1 kilowatt. Find the efficiency. ഒരു 20 kVA ട്രാൻസ്ഫോമർ നമുക്ക് തന്നിട്ടുണ്ട്. അത് ഹാഫ് ലോഡിൽ 0.8 പവർ ഫാക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. അതിന്റെ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് 1 കിലോവാട്ട് ആണ്. അതായത് കോപ്പർ ലോസും കോർ ലോസും കൂടെ ചേർത്ത് 1 കിലോവാട്ട് ആണ് വരുന്നത്. അതിന്റെ എഫിഷ്യൻസി കണ്ടെത്താനാണ് ചോദിച്ചിരിക്കുന്നത്. സോ എഫിഷ്യൻസി നമുക്കറിയാം ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ഇൻറ്റു 100. ഓക്കെ, സോ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നതിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് ഔട്ട്പുട്ട് പവർ കണ്ടെത്താൻ എന്താണ് 20 kVA at half load 0.8 പവർ ഫാക്ടർ ആണ്. അപ്പോൾ ഹാഫ് ലോഡ് വരുമ്പോഴത്തേക്കും 20 into 0.5 into 0.8 എന്ന് പറഞ്ഞു വരും. അതായത് നമുക്ക് 8 കിലോവാട്ട് വരും. ടോട്ടൽ ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും 1 കിലോവാട്ട് ആണ്. അപ്പോൾ ഇൻപുട്ട് പവർ എന്ന് പറയുമ്പോൾ 8 പ്ലസ് ലോസസ് ആണ് 9 വരും. സോ 8/9 into 100 ആയിരിക്കും നമ്മുടെ ആൻസർ വരിക. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് 88.9, ഓപ്ഷൻ എ 88.9, ഓപ്ഷൻ ബി 98.9, ഓപ്ഷൻ സി 92.3 ആൻഡ് ഓപ്ഷൻ ഡി 94. ഓക്കെ, സോ ഇതിൽ ഏതാണോ നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ 20 into 0.5 into 0.8, സോ 8 കിലോവാട്ട് വരും. ആൻഡ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ 8 plus 1 ലോസസും കൂടെ ചേർത്ത്. സോ 8/9 into 100 which is 90.9. സോ ഓപ്ഷൻ ബി 90.9 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, കുറച്ച് ഈ നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാമ്പിൾ പ്രോബ്ലംസ് നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ഓക്കെ.